ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലാണ്. ഈ ഒരു മോസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഐക്കോണിക് മോസ്ക് ഇൻ ദ വേൾഡ് ആണ്. ഇതാണ് നമുക്ക് മോസ്കിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ടൂറിസ്റ്റ് എന്നതിലുപരി നമ്മൾ ഈ ഇസ്ലാമിക് കൾച്ചറിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അതായത് അബായ അല്ലെങ്കിൽ നമ്മൾ ഹെഡ് കവർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി ജെൻസിൻ്റെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെവി വർക്ക് വരുന്ന ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് യൂസ് ചെയ്യാതിരിക്കുക. പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ടും ടീഷർട്ടും ധരിച്ച് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. സെക്യൂരിറ്റി അലോ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രസ് കോഡ് നിർബന്ധമായും ധരിച്ചിരിക്കണം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു മോസ്കിനെയും ഇവരുടെ ഇസ്ലാമിക് കൾച്ചറിനെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 1996 സ്റ്റാർട്ട് ചെയ്ത മോസ്കിൻ്റെ വർക്ക് 11 വർഷത്തോളം എടുത്തുകൊണ്ട് 2007 ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോസ്കിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് UAEയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നയാൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഈ മോസ്കിന് ഇട്ടിരിക്കുന്നതും. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ഇൻ അബുദാബിയാണ്. മോഡേൺ ഇസ്ലാമിക് ശൈലിയിൽ പണിത ഈ ഒരു മോസ്ക് അറബ്, പേർഷ്യൻ, മുഗൾ എന്നീ ശൈലികളുടെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. 30 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു മോസ്ക് പണിതിരിക്കുന്നത് വൈറ്റ് മാർബിളിലാണ്. ഏതാണ്ട് 40,000-ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മോസ്കാണിത്. 82 ഗോപുരങ്ങളുള്ള ഈ ഒരു മോസ്കിൻ്റെ ഏറ്റവും വലിയ ഗോപുരം എന്ന് പറയുന്നത് മെയിൻ പ്രെയർ ഹാളിൻ്റെ ഗോപുരമാണ്. 4 മിനാറുകളും ഓരോ മിനാറുകൾക്കും 107 മീറ്റർ ഉയരവുമുണ്ട്. വൈറ്റ് മാർബിൾ, ഗോൾഡ്, ക്രിസ്റ്റൽ, സെമി പ്രഷ്യസ് സ്റ്റോൺസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മോസ്കിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത്. ഇറാനിയൻ ഡിസൈൻ കാർപ്പറ്റാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത. ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് നോട്ടഡ് കാർപ്പറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചന്ദ്രൻ്റെ 14 ദിവസത്തെ ഘട്ടങ്ങളെ അനുസരിച്ച് പ്രകാശം മാറുന്ന ഒരു ഫൈബർ ഒപ്റ്റിക് ലൈറ്റിംഗ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നൈറ്റ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അറിയാൻ വേണ്ടി പറ്റും. ഫ്ലോറൽ ഡിസൈൻ മാർബിളാണ് ഇവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഖുറാനിലെ വചനങ്ങൾ 3 ശൈലിയിൽ എഴുതിയിരിക്കുന്നതായി കാണാൻ പറ്റും. കൂടാതെ പുഷ്പങ്ങളെയും പ്രകൃതിയെയും അനുസ്മരിപ്പിക്കുന്ന ആകൃതിയിലാണ് ഇവിടുത്തെ ഫ്ലോറൽ മാർബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിവിധ ഇസ്ലാമിക് സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. മുസ്ലിം അല്ലാത്തവർക്കും പ്രവേശനമുള്ള അപൂർവ മസ്ജിദുകളിലൊന്നാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത്. ശാന്തിയും സമാധാനത്തിനുമായി എല്ലാ മതങ്ങളുടെ ഒത്തൊരുമയ്ക്കും വേണ്ടി നിർമ്മിച്ച മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ് അബുദാബിയിലെ ഈ ഒരു ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത്. അബുദാബിയിലെ ഷെയ്ഖ് റാഷിദ് ബിൻ സയീദ് സ്ട്രീറ്റിലാണ് ഈ ഒരു മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രവേശനം തികച്ചും UAE ഗവൺമെൻറ് സൗജന്യമായാണ് നൽകിയിരിക്കുന്നത്. ഫ്രീ വൈഫൈ, റെസ്റ്റ് ഏരിയാസ് എന്നിവ അവൈലബിൾ ആണ്. കൂടാതെ വിസിറ്റേഴ്സ് സെൻറ്റർ, ഫ്രീ ഗൈഡഡ് ടൂർസ്, ഓഡിയോ ഗൈഡ്സ് എന്നിവ ഇവിടെ ലഭ്യമാണ്. മനോഹാരിത, വിശ്വാസം, സംസ്കാരം, ശില്പകല, ആധുനികത ഇതെല്ലാം ഒത്തിണങ്ങിയ UAE സന്ദർശക പട്ടികയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത്. മോസ്കിൻ്റെ നിർമ്മാണത്തിൽ 38-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളും ശില്പികളും പങ്കുചേർന്നിട്ടുണ്ട്. മഹത്തായ ആഗോള ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഡയലോഗ് ബിറ്റ്വീൻ സിവിലൈസേഷൻ എന്ന ആശയഭാവന ഇവിടെ സ്പഷ്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേക മതാഘോഷങ്ങളിലോ വിശേഷ ദിവസങ്ങളിലോ പള്ളിയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കപ്പെടാറുണ്ട്. റമദാൻ മാസങ്ങളിൽ താരാഹിദ് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം എന്നിവ ഇവിടെ പതിവാണ്. കൂടാതെ സൗജന്യ ഭക്ഷണ വിതരണവും നടക്കാറുണ്ട്. ഈദ് ദിനങ്ങളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന വലിയ നമസ്കാരങ്ങളും ഇവിടെ നടത്തപ്പെടാറുണ്ട്. പള്ളിയുടെ 82 ഡോമുകൾ സ്വർഗത്തിൻ്റെ പ്രതീകത്തെ കുറിക്കുന്നു. ഡോമുകൾ കൊണ്ട് ആകാശത്തിലെ സ്വർഗീയമായ ദൈവികതയെ പ്രതിനിധീകരിക്കുന്നു. 4 മിനാറുകൾ ദൈവത്തിൻ്റെ ഏകത്വം, നമസ്കാരം, നോമ്പ്, സനാതനധർമ്മം എന്നിവയെ കുറിക്കുന്നു. മതിലുകളിൽ കൊത്തിയ ഖുർആൻ വചനങ്ങൾ: അൽ റഹ്മാൻ, അല്ലാഹുവിൻ്റെ കൃപ; അൽ ഇഖ്ല, ഏകദൈവത്വം; അൽ നൂർ, അല്ലാ ഈസ് ദ ലൈറ്റ് ഓഫ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. റിലീജിയൻ ഷുഡ് ബി എ മാറ്റർ ഓഫ് കോ എക്സിസ്റ്റൻസ്, നോട്ട് കോൺഫ്ലിക്റ്റ്. ഷെയ്ഖ് സായിദ് എന്ന പ്രഗത്ഭനായ സുൽത്താൻ്റെ വാക്കുകളാണിത്. അദ്ദേഹം ഈ പള്ളിയിലൂടെ നൽകുന്ന സന്ദേശം ആത്മീയത, ഐക്യം, ശാന്തി, കല എന്നിവയാണ്. ആത്മീയത പ്രധാനമായും വിശ്വാസം എന്നത് സൗന്ദര്യത്തിലും പൈതൃകത്തിലും ആഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഐക്യം എന്നാൽ ഭൂപ്രകൃതിക്കപ്പുറമുള്ള മനുഷ്യ സഹജീവിതം. ശാന്തി എന്നാൽ സ്വരം ഇല്ലാത്ത ആരാധനയുടെ പ്രസാദം.
കല എന്നാൽ സ്വർഗശക്തിയുടെ അതിരുകൾക്കപ്പുറം പോകുന്ന മനുഷ്യൻ്റെ പ്രതിഭ. അബുദാബിയിലെ കടുത്ത ചൂടിലും പള്ളിയുടെ ഉൾവശം നല്ല തണുത്ത അന്തരീക്ഷം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഫ്രഞ്ച് രീതിയിൽ ഡിസൈൻ ചെയ്ത ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. പള്ളിയുടെ വാതിലുകൾ പ്രധാനമായും നൽകുന്ന സന്ദേശങ്ങളെന്നാൽ സമാധാനത്തിൻ്റെ വാതിൽ, കരുണയുടെ വാതിൽ, വെളിച്ചത്തിൻ്റെ വാതിൽ എന്നിവയാണ്. 3 തരം സന്ദേശങ്ങളാണ് സന്ദർശകർക്ക് വേണ്ടി ഈ ഒരു മോസ്ക് പകർന്നു നൽകുന്നത്. ഒന്ന്, അവബോധം. മതപരമായും സാംസ്കാരികമായും സന്ദർശകർക്ക് അറിവ് നൽകുന്നു. മറ്റൊന്ന് തുല്യതയാണ്, സ്ത്രീ പുരുഷ സമത്വമാണത്. പിന്നീടുള്ളത് ഐക്യമാണ്. എല്ലാ മതങ്ങളും മാന്യമായി പെരുമാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ മതങ്ങൾക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ളതാണ് ആ ഒരു ഐക്യം. മതം മതിയായിരിക്കും, പക്ഷേ മനുഷ്യൻ മുന്നിലായിരിക്കണം എന്ന ഷെയ്ഖ് സായിദ് എന്ന പ്രഗത്ഭനായ സുൽത്താൻ്റെ വാക്കുകൾ നമ്മൾ ഏതൊരു കാലഘട്ടത്തിലും നമ്മളെ ഉണർത്തുന്നതാണ്. സൂഫി ആലാപനത്തിന് അനുയോജ്യമായ ഭാവം ഉണർത്തുന്ന പ്രകൃതി സൗന്ദര്യമാണ് ഈ ഒരു മോസ്ക് പകർന്നു നൽകുന്നത്. പാം കോട്ട്സ്, റിഫ്ലക്ഷൻ ഗാർഡൻസ്, ഫ്ലോറൽ ഫൗണ്ടെയിൻസ്, ഇത്രയും മനോഹാരിത ഈ ഒരു മോസ്ക് എല്ലാ വിശ്വാസികൾക്കും പകർന്നു നൽകുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പ്രയർ ഹാൾ ഇവിടെ സജ്ജമാണ്. എക്കോ ഫ്രീ പ്രയർ ഹാളാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീൽ ചെയർ ആക്സസ് സൗകര്യം ഉണ്ട്. കൂടാതെ വാട്ടർ സ്റ്റേഷൻസും മൾട്ടി ലിംഗ്വൽ സ്റ്റാഫ് സൗകര്യങ്ങളും ഉണ്ട്. ഇംഗ്ലീഷ്, അറബിക്, ഫ്രഞ്ച്, ഹിന്ദി, ചൈനീസ് എന്നീ ഗൈഡുകളെ നമുക്ക് ആവശ്യമെങ്കിൽ അവൈലബിൾ ആയിരിക്കും. സന്ദർശകർക്ക് ശാന്തമായ അനുഭവം നൽകുന്നതിന് ഈ ഒരു മോസ്ക് എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയിലെയും മനോഹരമായ ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം തന്നെ ഈ ഒരിടത്തെ പറയും. കാരണം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഈ ഒരു മോസ്ക് സഞ്ചാരികൾക്ക് നൽകുന്നു എന്നത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. I'm all about words, but it sounds like you're envisioning an instrumental piece that truly captures a calm. Beachy ambience, since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ash, rolling ashore. A subtle pock of beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story, simple, tranquil, and flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. Sounds like you're envisioning an instrumental piece that truly captures a calm. Beachy ambience, since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ash, rolling ashore. A subtle pock of beat could mimic the rhythm of distant tides. Let the മോസ്കിൻ്റെ സന്ദർശനത്തിന് ശേഷം നമുക്ക് UAEയുടെയും ഇസ്ലാമിക് കൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പർച്ചേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഷോപ്പും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത്. I'm all about words, but it sounds like you're envisioning an
instrumental piece that truly captures a calm. Beachy ambience, since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling, ash rolling ashore. A subtle pock of beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story, simple, tranquil, flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe,